ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിൽസ് ട്യൂട്ടോറിയലാണ്. ഈ ഫുട്ബോളിലെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഡബിൾ ടച്ച്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സ്കില്ലാണ്. ഇതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്ലെയറിന് ഈ സ്കില്ലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആദ്യം പ്ലെയറിനെ മൂവ് ചെയ്യിപ്പിക്കുക. ദെൻ ഡാഷിൽ പ്രസ് ചെയ്ത് അൺലോക്ക് നേരെ ഫ്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ, സിസർ ഫെയിൻറ്റ്. ഈ ഫുട്ബോളിലെ ഏറ്റവും ക്ലാസിക് ആയ ഒരു സ്കില്ലാണ് സിസർ ഫെയിൻറ്റ്. ഒപ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ കൺഫ്യൂസ് ചെയ്ത് ഉള്ളിലേക്ക് കടക്കാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഇതിനുവേണ്ടി പ്ലെയറിന് സ്കില്ലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദെൻ പ്ലെയറിനെ മൂവ് ചെയ്യിപ്പിക്കുക. ദെൻ ഡാഷിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് അൺലോക്ക് ഇതിൽ കാണുന്ന പോലെ താഴേക്ക് ഫ്ലിക്ക് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന സ്കില്ലെന്ന് പറഞ്ഞാൽ മാസിൽ ടേൺ ആണ്. പ്ലെയറിനെ മുമ്പിലോട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഡാഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ അനലോഗ് ബട്ടൺ ഈ വീഡിയോ കാണുന്ന പോലെ നേരെ താഴോട്ട് ഫ്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്കില്ലിനെ കുറിച്ചാണ്. എന്നിട്ട് പ്ലെയറിനെ മൂവ് ചെയ്യിച്ചിട്ട് ഡാഷിൽ ക്ലിക്ക് ചെയ്ത് അനലോഗ് സ്റ്റിക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ റൈറ്റിലോട്ടും താഴോട്ടും ഉള്ളതിൻ്റെ ഇടയിലായിട്ട് വേണം ഫ്ലിപ്പ് ചെയ്യുക. അടുത്തത് ചോപ്പ് ടേൺ ആണ്. ചോപ്പ് ടേൺ സ്കില്ല് ചെയ്യാൻ വേണ്ടി പ്ലെയർക്ക് ആ സ്കില്ലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലെയറിനെ ഫ്രണ്ടോട്ട് മൂവ് ചെയ്യിച്ചിട്ട് ഡാഷിൽ ക്ലിക്ക് ചെയ്തിട്ട് അനലോഗ് ബട്ടൺ താഴോട്ടും സൈഡിലോട്ടും ഉള്ളതിൻ്റെ ഇടയിൽ ആയിട്ട് വരുന്ന രീതിയിൽ ഫ്ലിക്ക് ചെയ്യുക സൈഡിലോട്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡ്രോ ആൻഡ് ഓപ്പൺ. ഈ സ്കില്ല് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഡിഫൻഡേഴ്സിലും ഗോൾ കീപ്പറിലുമാണ്. സോ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഇത് ചെയ്യാറുള്ളൂ. നമ്മുടെ പ്ലെയറിനെ മുമ്പോട്ട് മൂവ് ചെയ്യിച്ചിട്ട് ഡാഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ അനലോഗ് ബട്ടൺ നേരെ സ്ട്രൈറ്റ് ഫ്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് ഡ്രോ ആൻഡ് ഓപ്പൺ. അടുത്ത നമ്മൾ കാണിക്കുന്നത് റിവേഴ്സ് സ്റ്റെപ്പ് ഓവറാണ്. ഇത് ഏതൊരു പ്ലെയറിനും ചെയ്യാവുന്ന ഒരു ബേസിക് സ്കില്ലാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു സ്കില്ല് വേണമെന്നുള്ള ആവശ്യമില്ല. നമ്മുടെ പ്ലെയർ ഫ്രണ്ടോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേനും ഡാഷിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ബട്ടൺ നേരെ ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് സ്റ്റെപ്പ് ഓവറായി. ഇതായിട്ടുള്ളൊരു സ്കില്ലാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള സ്കില്ലാണ് ഫേക്ക് ഷോട്ട്. ഇത് ഏതൊരു പ്ലെയറിനെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊരു സ്കില്ലിൻ്റെ ആവശ്യമില്ല. ഇതിനുവേണ്ടി നമ്മൾ പ്ലെയറിനെ നേരെ മൂവ് ചെയ്തിട്ട് ഒരു ഷൂട്ട് എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷൂട്ട് എടുത്തിട്ട് അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അൺലോക്ക് താഴോട്ട് ഫ്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം താഴോട്ട് ഫ്ലിക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഓരോ ഫ്ലിക്ക് ചെയ്യുന്നതിലും ഓരോ ആംഗിൾ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും നല്ലപോലെ ട്രെയിൻ ചെയ്തത് പഠിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കൂടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.